ലൈവിൽ ജിസേലിൻ്റെയും അനീഷിൻ്റെയും റാംബോക്കാണ് നടക്കുന്നത്. ഈ റാംബോക്കിന് തൊട്ട് മുൻപേ അവരുടെ ഒരു ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് നൂതില ചെരുപ്പ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സർക്കസ് കൂടാരത്തിലുള്ളവർ ഒരു ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമൊക്കെയാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അനീഷ് റെനയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. അതുപോലെ ജിസേൽ സ്കൂൾ ടീച്ചറായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അഭിനയമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ റെന പറയുന്നു, നിങ്ങൾ കപ്പിളായിട്ട് ചെയ്താൽ മതിയായിരുന്നു, നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു എന്ന് റെന പറയുന്നു. അപ്പോൾ തന്നെ അനീഷ് അത് കുഴപ്പമില്ലായിരുന്നു, എങ്കിൽ പിന്നെ നമുക്കൊരു റാംപോക്ക് ആയാലും ജിസേൽ എന്ന് പറയുന്നു. അങ്ങനെ ജിസേലിനെ അത് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു റാംപോക്ക് അങ്ങ് നടത്തുകയാണ്. അപ്പോൾ റെന അവിടെ നിന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ബെല്ലോട് കൂടി അനീഷിൻ്റെയും ജിസേലിൻ്റെയും റാംപോക്കാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ റാംപോക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജിസേൽ മതിയോ അനീഷ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മതി ധാരാളം, ഇനി എൻ്റെ അടുത്തേക്ക് പോലും നിങ്ങൾ വന്നേക്കല്ലെന്ന് അനീഷ് ജിസേലിനെ അങ്ങ് വാൺ ചെയ്തും വിടുന്നുണ്ട്. അപ്പം റെനെ അവിടെ നിന്നിട്ട് ആദ്യം കയ്യെ കയറി പിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കൈ അകലം പാലിക്കാനും പറയുന്നു. ഇതെന്താണ് ഇത് എന്ന് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു. എന്തായാലും അനീഷ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോണ വഴിക്ക് അവിടെ ഒരു ഗോൾഡ് കോയിൻ ഇരിക്കുന്നത് അനീഷിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അനീഷിന് ആ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആ കോയിൻ വേറെ ആളുടെ കയ്യിൽ കിട്ടി എന്താണ് പവർ എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.